നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഉത്തര മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ ഉറച്ച സീറ്റുകളിലൊന്നാണ് കൊടുവള്ളി സീറ്റ്. മുസ്ലിം ലീഗ് ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും ജയിക്കുന്ന സീറ്റ്. ആ സീറ്റാണ് പണ്ട് ലീഗ് കെ മുരളീധരന് മത്സരിക്കാൻ 2006 നൽകിയത്. അന്ന് ലീഗ് നേതാവായിരുന്ന PT റഹീം സ്വതന്ത്രനായി അല്ലെങ്കിൽ എതിരാളിയായി പത്രിക സമർപ്പിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷം അദ്ദേഹത്തിന് പിന്തുണ നൽകി കെ മുരളീധരനെ തോൽപ്പിച്ച് PT റഹീം നിയമസഭയിലെത്തി. അങ്ങനെ PT റഹീം ലീഗിൽ നിന്ന് പുറത്തായി. എന്നാൽ ഇപ്പോഴും കരുതുന്നത് കൊടുവള്ളി സീറ്റ് മുസ്ലിം ലീഗിൻ്റെ ഉറച്ച സീറ്റായി തന്നെയാണ്. ആ സീറ്റ് PV അൻവർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കൊടുവള്ളി സീറ്റ് ലീഗ് PV അൻവറിന് കൊടുക്കാൻ മടിച്ചു. അൻവറെ പിന്നിൽ നിന്ന് കുത്തിയത് ലീഗാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ കലാകൗമുദി ചെയ്തിരുന്നു. അതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്. കാരണം കൊടുവള്ളി സീറ്റ് PV അൻവർ ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതോടെ നിങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കുക, കോൺഗ്രസ് നേതൃത്വം ഇത്തരം ഒരു ആവശ്യം ഞങ്ങളുടെ മുന്നിൽ വച്ചിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാൻ കഴിയില്ല, ഏതായാലും കൊടുവള്ളി സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ് അൻവറെ എന്നാണ് ലീഗ് നേതൃത്വം പറഞ്ഞത്. ലീഗ് നേതൃത്വത്തിൽ കൊടുവള്ളി സീറ്റ് PV അൻവറിന് കൊടുക്കാൻ VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറായില്ല. അൻവറിന് സീറ്റ് മേടിച്ചു കൊടുക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല, വേണമെങ്കിൽ ലീഗ് നേതൃത്വം അവരുടെ സീറ്റ് കൊടുത്ത് അൻവറിനെ വിജയിപ്പിച്ചോട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. പക്ഷേ അൻവറിന് സീറ്റ് കൊടുക്കാനോ അൻവറിനൊരു സീറ്റ് കൊടുക്കണമെന്ന് ലീഗിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്താനോ കോൺഗ്രസ് ഇല്ല എന്ന ഉറച്ച നിലപാട് VD സതീശൻ കൈക്കൊണ്ടു. ഇതോടുകൂടിയാണ് കൊടുവള്ളി സീറ്റ് അൻവറിൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പോയത്. അൻവർ ഉറപ്പിച്ച് നിലമ്പൂർ സീറ്റ് VS ജോയിക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ VS ജോയിക്കല്ല ഇനി ആര്യാട് ഷൗക്കത്ത് തന്നെ മത്സരിക്കട്ടെ നിലമ്പൂരിൽ, തനിക്ക് പരാതിയില്ല, പക്ഷെ ജയിക്കുമെന്ന് ഉറപ്പുള്ള കൊടുവള്ളി പോലത്തെ ഒരു സീറ്റ് മുസ്ലിം ലീഗ് എനിക്ക് തരണം, എന്നാൽ ഞാൻ മത്സരിക്കും, 2026 ജയിക്കും. എന്നാൽ തങ്ങളുടെ ഉറച്ച സീറ്റ് വെറുതെ അൻവറിനെ പോലൊരാൾക്ക് കൊണ്ടായി കൊടുത്ത് അത് കളയാൻ ലീഗ് തയ്യാറായിരുന്നില്ല. ഇനി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് കൊടുവള്ളി സീറ്റ് PV അൻവറിന് കൊടുത്താൽ നന്നായിരുന്നു, അല്ലെങ്കിൽ കൊടുക്കണം, അതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു നിർദ്ദേശം കോൺഗ്രസ് ലീഗിൻ്റെ മുന്നിൽ വെച്ചാൽ അവർ ചിലപ്പോൾ ആലോചിക്കുമായിരുന്നു. എന്നാൽ കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ഒരു നിർദ്ദേശം ലീഗിൻ്റെ മുന്നിൽ വയ്ക്കാൻ തയ്യാറായില്ല. അതോടെ അൻവറിനെ പിടിവിട്ടു, അൻവറിന് കിളിപോയി. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും VD സതീശിനെതിരെയും ഉറഞ്ഞു തുള്ളുന്നത്. കൊടുവള്ളി സീറ്റ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ PV അൻവറിനുള്ളൂ എന്ന് മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം ഏതായാലും കൊടുവള്ളിയല്ല വേറൊരു സീറ്റ് നൽകാം, എന്നാൽ അത് കോൺഗ്രസുമായി ചർച്ച ചെയ്യട്ടെ ഏതായാലും എന്ന് ഒരു നിലപാടെടുത്തു. PV അൻവറിനെ കൊടുവള്ളി സീറ്റ് കൊടുത്തില്ലെങ്കിലും നല്ലൊരു സീറ്റ് നൽകി കൂടെ നിർത്തണമെന്നുള്ള ആഗ്രഹം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. ലീഗിൻ്റെ ഉറച്ച സീറ്റുകൾ നൽകില്ല എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. കോൺഗ്രസിൻ്റെ നല്ലൊരു സീറ്റ്, പട്ടാമ്പി പോലത്തെ ഒരു സീറ്റ് PV അൻവറിന് കോൺഗ്രസ് വച്ചു നീട്ടുകയാണെങ്കിൽ സകല പിന്തുണയും നൽകാമെന്നും മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. PV അൻവറിന് ലീഗിൻ്റെ സീറ്റായാലും കോൺഗ്രസിൻ്റെ സീറ്റായാലും കൊടുക്കുന്ന ബാധ്യത ഞങ്ങളുടേതല്ല, അത് ലീഗ് വേണമെങ്കിൽ ലീഗിൻ്റെ സീറ്റ് കൊടുത്തു എന്ന രീതിയിൽ കോൺഗ്രസ് പിന്മാറുകയായിരുന്നു. എന്ന് വെച്ചാൽ PV അൻവറെ അടുപ്പിക്കാൻ ഈ കോൺഗ്രസിന് താല്പര്യമില്ലെന്ന് ലീഗിന് മനസ്സിലായി, അൻവറിന് മനസ്സിലായി. അപ്പോൾ ലീഗ് തുറന്നു പറഞ്ഞു, ഞങ്ങളുടെ സീറ്റ് ഉറച്ച സീറ്റ് തരാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ കോൺഗ്രസ് ഒരു സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ഞങ്ങൾ പരിഗണിക്കാം, അൻവറിനെ കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഇതൊന്നും കേൾക്കാൻ VD സതീശൻ തയ്യാറായില്ല. ഇതാണ് സതീശനോടുള്ള PV അൻവറിൻ്റെ ദേഷ്യം. അതോടൊപ്പം തന്നെ തനിക്ക് ഉറച്ച സീറ്റ് നൽകാത്ത ലീഗ് നേതൃത്വത്തോടും PV അൻവറിന് വിദ്വേഷമുണ്ട്. പക്ഷേ ലീഗിനെയും സതീശനെയും ഒരുമിച്ച് പണക്കാൻ അൻവറിന് പേടിയാണ്. അങ്ങനെ പണക്കി കഴിഞ്ഞാൽ പിന്നെ അൻവർ രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് ലീഗ് നേതൃത്വത്തെ ഇപ്പോഴും പുകഴ്ത്തിക്കൊണ്ട് VD സതീശനെതിരെ തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അൻവർ നിൽക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻവർ ആഗ്രഹിച്ചത് ഉറച്ച ജയിക്കുന്ന ഒരു സീറ്റാണ് മലബാറിൽ നിന്ന്, ലീഗിൻ്റെ പിന്തുണയോടെ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ഉറച്ചൊരു സീറ്റ്. എന്നാൽ അത് ഉറപ്പ് പറയാൻ കോൺഗ്രസ് തയ്യാറായില്ല. കോൺഗ്രസ് ഉറപ്പ് പറഞ്ഞാൽ കൊടുക്കാമെന്നുള്ള ഒരു അഴകുഴമ്പ നിലപാടിൽ ലീഗ് നിന്നു. ഇവിടെയാണ് അൻവറിന് പണി കിട്ടിയത്.